രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു ഗൗരവമായ വിഷയം അത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് ഈ വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേട് സംബന്ധിച്ചുള്ള വലിയ വിഷയം ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചൊരു വിശദീകരണം ചോദിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാത്തത്? രാഹുൽ ഗാന്ധി ഈ ചെയ്തത് വലിയ ഒരു പിഴവാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമല്ലോ. അത്തരം നടപടിയിലേക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇവിടെ രണ്ട് വിഷയമുണ്ട്. ഈ പ്രതിപക്ഷ നിരയിലെ യോജിപ്പ് എന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമ്മൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2014 മുതലുള്ള ഒരു കാലഘട്ടം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലെ തകർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ 2024 മുതൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചുയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നിരയുടെ മുന്നിൽ നിൽക്കുന്ന നേതാവായി ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മാറുന്ന ഒരു സവിശേഷത കൂടി കാണുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇനി പുതിയ പോരാട്ടങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടികളാകെ ഇന്ത്യ സഖ്യമാകെ ഏറ്റെടുക്കാൻ പോകുന്നത്.